ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രുചിരസ. ഇത് നമുക്കൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാം. ഇത് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് നല്ല നാടൻ രീതിയിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. ഇതിന് നമ്മൾ പുളിക്ക് പകരം മാങ്ങയാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ 1/4 കിലോ നന്നാക്കിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ആദ്യം ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, 2 ചെറിയുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു 8 or 10 കുരുമുളക് മതിയാവും. ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. നമ്മളുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിൽ പാകത്തിന് വെള്ളം ഒഴിച്ച് ആ അരപ്പ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കറി എത്ര ചാറായിട്ടാണോ വേണ്ടത് അത്രയ്ക്കും പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു മുരിങ്ങക്കായും ഒരു ചെറിയ മാങ്ങയുമാണ്. ഇത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഇതിലേക്ക് ചേർത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതിനെ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളുടെ അരപ്പ് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. ഇതിനായിട്ട് തീരെ ചെറിയ ചെമ്മീനേക്കാളും കുറച്ച് വലിപ്പമുള്ള ചെമ്മീനായിരിക്കും നല്ലത്. ഒരുപാട് മുഴുത്തതാണെങ്കിൽ നമുക്ക് അതിനെ 2 കഷ്ണമായിട്ട് മുറിച്ചിടാവുന്നതാണ്. ചെമ്മീൻ അധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കറി റെഡിയാവുന്നതാണ്. 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ സമയം മതിയാവും ചെമ്മീൻ വെന്ത് വരാനായിട്ട്. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മളുടെ കറിയെല്ലാം തിളച്ച് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കാം. മാങ്ങയുടെ പുളി ഇറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതുമായ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.